അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യല. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്. അതാണ് ഞാൻ നിയമപരമായിട്ട് അങ്ങേയറ്റം പോയി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പോകും. ഏത് അറ്റം വരെ പോകും. അതേ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ UK നിന്ന് വിളിച്ചവളെ. അപ്പോൾ അവൾ വിളിച്ചിട്ട് എടുത്തില്ല. വിഷുവല്ലേ എടുക്കുന്നില്ലെന്ന്. വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുമായിരുന്നു. അവിടെ എല്ലാവരുമായിട്ട് ഇവള് കൊച്ചിവിടെ ഓഫീസിലാണ്. ഇവിടെ ഓഫീസിൽ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട്. ഞാൻ ചോദിച്ചത് എന്നാ പറ്റിയതാ മാനേന്ന് ചോദിച്ചു. നേരം പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു. കഥകനിട്ട് ഇടിച്ചതാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ ചേട്ടാ എന്നെ പിടിച്ച് ഭിത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു. നീ എന്ത് ചേടി പറയാഞ്ഞ്? പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് ഓർത്താം. നീ പപ്പായോട് പറഞ്ഞെന്ന് പറഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് എനിക്കൊരു കുടുംബം വേണ്ടേ. തന്നെയല്ല അവൾ വക്കീലാണ്. അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ഏതറ്റം വരെ ഞാൻ നിയമപരമായിട്ട് പോകും. ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെന്ന് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കുടുംബങ്ങളല്ലേ എന്നോർത്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്കതൊന്നും ഇപ്പം പറയാനുള്ള മൂടില്ല. കർത്താവ് മർദ്ദിച്ച് ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ. ഇനി എപ്പോഴും ഉണ്ട്. എനിക്കതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല. ചേച്ചി ഫുൾ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ, ഞങ്ങളുടെ അമ്മ ആക്സിഡൻറ്റ് മരിച്ചപ്പോൾ അമ്മയുടെ കുറച്ച് പൈസ വന്നായിരുന്നു. അത് 3 ഇയർ കിടന്നത് ഇതായി. ചേച്ചിക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. ചേച്ചി അതെടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് കുളു അവിടെ നോർത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്ന്, അളിയനെയും കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ജിമ്മിനെയും കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത്. ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ വരണം, അങ്ങനെ എല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ്. ചേച്ചി ആ ഒരു രീതിയിൽ ചേച്ചി എന്നോട് സംസാരിച്ച് വെച്ചിട്ട് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല. ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് പോലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ചേച്ചിനെയാണ് ആദ്യം വിളിക്കുന്നത്. പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ്. എൻ്റെ വൈഫ് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം രാമൂരത്ത് വെച്ചുണ്ടായിരുന്നു. അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ചൊക്കെ ഇരിക്കുവാണ്. പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം. രാവിലെ പള്ളിയിൽ പോയി. അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാറ്റസ് ഇട്ടു. അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവര് എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണം എന്തായാലും. ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയോട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും കണ്ടുപിടിക്കണം. അതിലെന്തോ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട്. ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട്. ആ സ്ത്രീ എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട്. പിന്നെ അമ്മ പുള്ളിക്കാരി നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കുകൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തരുന്നുണ്ട്. എൻ്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു. പുള്ളിയെ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണമെന്ന് പറയും. ചേച്ചി എന്നിട്ട് ചേച്ചി ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടുപോയി കൊടുത്തു. ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു. പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല. എൻ്റെ കസിൻസിൻ്റെ ഒരു കല്യാണത്തിന് ഞാൻ ഈ ചേച്ചിനെ വിളിച്ചുകൊണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന്. വിടത്തില്ല അവര്. ചേച്ചീനെ പിടിച്ചിരിച്ചേക്കുമായിരുന്നു. പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റും. എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ 2ാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചേക്കുവാണ്. എന്നോട് പറഞ്ഞു കുറച്ച് പൈസ അയക്കണം, എന്നിട്ട് പപ്പായ്ക്ക് കൊടുത്തു വിടണം. എന്നിട്ട് വീട്ടിലൊരു സെർവൻറ്റ് നിൽക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ഫസ്റ്റ് മന്ത് പൈസ കൊടുക്കേണ്ടത് അത് ഞങ്ങളുടെ കടമയാണ്. അതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ ഇത് പുള്ളി ചേച്ചിയോട് പറഞ്ഞു ഇത് ഇങ്ങനെ കൊടുക്കുന്നൊന്നും ഇല്ല എന്നറിഞ്ഞിരുന്നെങ്കിൽ 2ാമത്തെ കൊച്ചിന് വേണ്ടി ശ്രമിക്കത്തില്ലായിരുന്നു. അങ്ങനെ ചേച്ചിയോട് പൈസ ചേച്ചി എന്നോട് ചോദിച്ചിട്ട് എൻ്റെ ഇപ്പോഴും അതിൻ്റെ വാട്സപ്പ് മെസ്സേജ് കിടപ്പുണ്ട്. ചേച്ചി അത്ര മനംനൊന്നിട്ടാണ് എന്നോട് ചോദിച്ചത്. എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൈസ തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അത്ര മനംനൊന്നിട്ടാണ് എനിക്കെന്നാ മെസ്സേജ് അയച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം തൊട്ടുണ്ട് ചേച്ചിക്ക് മാനസിക പീഡനം ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന്. അതിൽ മൂത്ത സഹോദരി
കല്യാണം കഴിച്ചിട്ട് വേറൊരു സ്ഥലത്ത് കെട്ടിച്ചു വിട്ടിട്ട് പുള്ളിക്കാരി അവരുടെ വീട്ടിലല്ല നിൽക്കുന്നത്. ഈ ചേച്ചിനെ ഈ കെട്ടിച്ചു വിട്ട നീർക്കാട്ടിലെ വീട്ടിൽ പുള്ളിക്കാരിയെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന്റെ അടുത്ത നാൾ തൊട്ട് അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ആണ് ഈ ഇതിൽ ഇവരുടെ കുടുംബം തകർത്തതിനും ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് പങ്കുണ്ട്. പിന്നെ ആ പുള്ളിക്കാരി ഒരു ടീച്ചറാണ്, ബീന ടീച്ചർ എന്ന് പറഞ്ഞ ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാരി നല്ല രീതിയിൽ കുത്തുവാക്കും കൊണ്ട് എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മനസ്സിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മാവനൊരു തവണ ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നോക്കണ്ട, ഇപ്പം സമയം പോക്കുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത്, മകന്റെ കൊച്ചായി പോയില്ലേ, നോക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. പുള്ളിക്കാരി എന്തോ ഔദാര്യം പോലെയോ എന്തോ പെട്ടുപോയി, നോക്കാതിരിക്കാൻ പറ്റുമല്ലേ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എൻ്റെ അമ്മാവനോട് ചോദിച്ചത്. പുള്ളിക്കാരി അവര് ചേച്ചിയുടെ പിള്ളേരെ പോലും ഈ സ്ത്രീ മറ്റു മക്കളുടെ പെമ്മക്കടെ മക്കളെയും ഈ പുള്ളിക്കാരി എല്ലാം രണ്ടായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. ഇവരെ തന്നെയാണ് എൻ്റെ ചേച്ചീനെ ഇതിലോട്ട് കൊണ്ടുപോയിട്ട്